ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമ പറയാണ്, മഞ്ചാടി നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിനക്ക് ചേച്ചി വരാത്തത് കൊണ്ടാണെങ്കിൽ, നിൻ്റെ വലിയേച്ചി വരാത്തത് കൊണ്ടാണെങ്കിൽ നീ എന്ത് ചെയ്യും, നിൻ്റെ വലിയേച്ചിയെ പോയി വിളിക്കുമെന്ന് പറയാം കേട്ടോ. ഈ സമയം മഞ്ചാടി പറയാണ്, എനിക്ക് പേടിയാണ് വലിയേച്ചിയുടെ അടുത്തോട്ട് പോകാൻ, വലിയേച്ചി വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും എന്ന് പറയുമ്പോൾ, അത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ എന്ന് ചീരി ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, ഒന്നോ രണ്ടോ ഇടയ്ക്കിൽ ചേച്ചിയുമായി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ നിൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ചേച്ചി നിന്നെ കണ്ടിട്ടുള്ളത്, നീയും തിരിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിൻ്റെ അമ്മയാണെന്ന് കരുതി നീ അമ്മയോട് തെറ്റ് പറയുമ്പോൾ അമ്മ സാധാരണ മക്കളെ വഴക്ക് പറയില്ല, അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ച് നീ ചെല്ലേന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഞ്ചാടി വേണോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ വേണം, നീ ചെല്ലേന്ന് പറയണം. എന്നാൽ ഈ സമയം അമ്പിളി ആകെ തളർന്നിട്ടുണ്ടാവും. അങ്ങനെ അമ്പിളിയുടെ അരികിലോട്ട് മഞ്ചാടി ചെല്ലുകയാണ്. അപ്പോൾ മഞ്ചാടി പറയാണ് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്പിളി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ചേച്ചി എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഞാൻ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ശബ്ദം ഉയർന്നത് കേട്ടത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങ് ദേഷ്യം വന്നു എന്ന് പറയട്ടോ. ദേഷ്യമൊക്കെ ആവാം, പക്ഷേ സുശീലാൻറ്റി എന്ന് പറഞ്ഞ് പ്പിച്ചത് നീ അത്രത്തോളം എന്നെ വൃത്തികെട്ടവളായി കണ്ടിട്ടല്ലേ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അമ്പിളി പറയാണ്, ശരി, ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ ഇനി ശ്രദ്ധിച്ചോളാം, ഇടപെടുന്നതിലൊന്ന് രഘുവേട്ടൻ പറയുന്നത് പോലെ ഒന്ന് മാറി നിന്നാൽ പ്രശ്നമില്ലല്ലോ എന്ന് തിരിച്ചും പറയാൻ കേട്ടോ. അങ്ങനെ ആ വാക്ക് ശരിക്കും മഞ്ചാടിയോട് ആ പറയുന്ന വാക്ക് ചിരുവിനും ആകെ വിഷമമാവാണ് കേട്ടോ. തൻ്റെ അമ്പിളി ചേച്ചി കുടുംബത്തിന് മാത്രം ജീവിച്ച് സ്വന്തം കാര്യം നോക്കി ഞങ്ങളൊക്കെ പോയെങ്കിലും ചേച്ചി പോയിട്ടില്ല എന്ന ഒരു മനോഭാവം അവരിൽ വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മാഷാണെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ച്, അങ്ങനെ മാഷ് രഘുവിന് വിളിച്ച് കാര്യങ്ങൾ പറയാണ്. രഘു വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചു. എന്തായാലും ഗോകുൽ പറയുന്നത് പോലെ ഗോകുലും മഞ്ചാടി ഒരു കണ്ടുമുട്ടൽ, ഒരു സംസാരം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മഞ്ചാടിയോട് കാര്യങ്ങൾ നമുക്ക് പറയണം, അതുകൊണ്ട് നീയും കൂടി വായോ എന്ന് പറയുമ്പോൾ ദാസ് പറയണം, ശരിയാണ്, നീയും കൂടി ചെല്ല് എന്ന് പറഞ്ഞിട്ട് രഘുവിനെ കൂടെ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോൾ മഞ്ചാടിയോട് കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ മഞ്ചാടി ആണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനാണ് മഞ്ചാടിക്കുള്ളിൽ മെയിൻ ടെൻഷൻ ഗോകുലിനെ ഇഷ്ടമില്ലായ്മയല്ല, പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഗോകുൽ നാളെ ഒരു ശബരിയാവുമോ എന്ന്, ഒരു വിനയനാവുമോ എന്നൊരു പേടിയാണ് കേട്ടോ. ശബരിയെ പോലെ ആയെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഒരാളുടെ ഇരയായവളല്ലേ തന്നെ, ഒരാളെ തന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയ ആ ഒരു ഇത് നാളെ എടുത്തു പറയുമോ, തന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിയതൊക്കെ എടുത്തു പറയുമോ എന്നൊരു പേടി ഇങ്ങനെ മഞ്ചാടിക്കുള്ളിൽ വരുന്നത് കൊണ്ടാണ് കേട്ടോ. മഞ്ചാടി ജീവരാജിനെ തന്നെ കല്യാണം കഴിച്ച അതോടുകൂടി ആ പ്രശ്നം അവിടെ ഒതുങ്ങുമെന്ന് മഞ്ചാടിക്ക് തെറ്റായ ഒരു ചിന്താഗതി മനസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോൾ അത് തന്നെ മതി എന്നങ്ങ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മാഷും രഘുവും കൂടി കയറി വരുന്നത്. അപ്പോൾ മാഷ് പറയാണ്, എവിടെ മഞ്ചാടി മോളെ ഒന്ന് വിളിക്കുക, അവൾ റൂമിലാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം അമ്പിളിയുടെ മുഖം വല്ലാതെ വീങ്ങിക്കെട്ടിയിട്ടുണ്ട്. അമ്പിളിയാണെങ്കിലോ ഈ ഒരു വിഷമത്തിലാണ്. തൻ്റെ അനിയത്തിയും തൻ്റെ ഇവളൊക്കെ തന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ആ ഒരു വിഷമം ഇങ്ങനെ അമ്പിളിക്കുള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അമ്പിളി എവിടെയെന്ന് രഘു ചോദിക്കുമ്പോൾ അമ്പിളി റൂമിലിരിക്കുകയാണ്. അപ്പോൾ രഘു ചെല്ലാണ് അമ്പിളിയുടെ അടുത്തോട്ട്, എന്ത് പറ്റി അമ്പിളി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഈ വീട്ടിലെ സുശീലാൻറ്റിയാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി, നാളെ ഞാനൊരു സുശീലാൻറ്റി ആവരുത്, അതുകൊണ്ട് നിങ്ങൾക്കും ആ പേര് കേൾക്കാതിരിക്കാൻ കഴിയുന്നത് ഒരു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുകയാണ് നല്ലത്, അച്ഛൻ എടുക്കേണ്ട തീരുമാനം അച്ഛൻ എടുത്തോട്ടെ, ഇത് അച്ഛൻ്റെ വീടാണ്, അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കാം, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് രഘു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഞ്ചാടി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് ഞെട്ടിപ്പോവാണ്. എന്താണ് ഇപ്പോൾ തൻ്റെ മകൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യമുണ്ടായത്, ചിരുവുമായി സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടി തൻ്റെ മകൾ പറഞ്ഞു, അവളുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം മാഷിന് പേടി വരേണ്ട. അപ്പോൾ രഘു ഇങ്ങനെ കാര്യങ്ങൾ പറയണം, അമ്മാവ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്ഥിതി പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഇടപെടുന്ന കാര്യങ്ങൾ നടത്തുന്നേ നല്ലത്, അമ്മാവൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയണം. അങ്ങനെ മഞ്ചാടി അനുപമ വിളിച്ചു കൊണ്ടുവരണം. അങ്ങനെ മഞ്ചാടിയോട് കാര്യങ്ങൾ പറയാണ്. മഞ്ചാടി, എന്തായാലും നിൻ്റെ വിവാഹ നിശ്ചയം ഞങ്ങൾ ഉറപ്പിച്ചു, വിവാഹം ഇപ്പോഴില്ല, വിവാഹം പിന്നീടാവാൻ ഈ പഠിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്, എന്തായാലും വിവാഹം പിന്നീടാവാം എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയാണ്, എനിക്ക് ഗോകുലുമായി ഒന്ന് സംസാരിക്കണം, എനിക്ക് ഗോകുലേട്ടനുമായി ഒന്ന് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇവളെന്താ എന്നോട് ഇങ്ങനെ മുഖം തിരിച്ച് സംസാരിക്കുന്നത്, എന്താണ് ഇവൾക്കുള്ളിൽ, ഇവൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണല്ലോ, താൻ എപ്പോഴും തൻ്റെ തലയിൽ കയറ്റി വെച്ച മകൾ തന്നെയാണ് തനിക്ക് തിരിച്ചടിയാവുന്നത് എന്നിങ്ങനെ മാഷിന് പേടി തോന്നണം കേട്ടോ. മറ്റുള്ള മക്കളൊക്കെ ഞാൻ പറഞ്ഞതിൽ അപ്പുറം ഒരു വര അപ്പുറത്തോട്ട് വരച്ചിട്ടില്ല.
അങ്ങനെ മാഷ് ഇത് പറയുമ്പോൾ ശരി നീ സംസാരിക്കുമെന്ന് പറയണം. അങ്ങനെ ഫോണ് മേടിച്ച് മഞ്ചാടി റൂമിനുള്ളിലോട്ട് പോവാണ്. ഈ സമയം ഗോകുല് മാഷാണെന്ന് കരുതി ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഇത് മഞ്ചാടിയാണെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗോകുലിന് ഒരുപാട് സന്തോഷമാവാണ്. താൻ ഇങ്ങനെ ഒരു ഫോൺ കോൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഗോകുലിന് ഈ ഒരു വിളി വരുന്നതായിട്ടോ. അപ്പോൾ മഞ്ചാടി പറയാണ് ഇത് മഞ്ചാടിയാണ്, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പഠിച്ചിട്ട് മതി വിവാഹം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിവാഹത്തിനോട് ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വിവാഹം എന്നത് ഞാൻ മനസ്സിൽ പോലും ഓർത്തിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗോകുല് പറയാണ് ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ, ഒരിക്കലും എൻ്റെ സമ്മർദ്ദത്തിൽ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് എന്നോ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടം, അതേ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയും വേണ്ട, നിൻ്റെ ഇഷ്ടം പോലെ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നിൻ്റെ സമ്മതമില്ലാതെയാണോ ഈ വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ അച്ഛനോട് ഞാൻ സമ്മതം ചെറുതായി മൂളി എന്നല്ലാതെ ഈ വിവാഹ നിശ്ചയം ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗോകുലിന് സങ്കടമില്ല. കാരണം ഗോകുലിന് നന്നായി അറിയാം മഞ്ചാടി തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ നിന്നൊരു വിളി വരുമെന്ന്. എന്നാൽ ഇപ്പോൾ മഞ്ചാടിക്ക് തന്നോടുള്ളത് സ്നേഹമല്ല, അതൊരു പ്രണയമല്ല, ഒരു കുറ്റബോധമാണ്. താൻ കാരണം അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ, ആ ഒരു സഹതാപമാണ് തന്നോടുള്ളത് എന്ന് ഗോകുൽ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോകുൽ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ തനിക്ക് അങ്ങനെ ഒരു സ്നേഹമല്ല, അങ്ങനെ ഒരു വിവാഹമല്ല തൻ്റെ ജീവിതത്തിലോട്ട് വേണ്ടത്. മഞ്ചാടിയെ ഇഷ്ടമാണ്, പക്ഷെ മഞ്ചാടിയും കൂടി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് താൻ മുന്നോട്ട് പോവേണ്ടത് എന്ന് ഗോകുലും മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എന്ത് ചോദിക്കുകയാണ്, എന്തിനാ ഏട്ടാ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്ക് ഹേമന്ത് പറയണം ഇത്രയും കാലം ഏട്ടൻ മഞ്ചാടി എന്ന് പറഞ്ഞ് മാത്രം നടന്നിട്ട് എന്തിനാ അങ്ങനെ പറയാൻ നിന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ പറയും ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കാനൊക്കെ എളുപ്പമാണ്, അതും പെട്ടെന്ന് കഴിയും. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് കാലാകാലം ജീവിച്ച് തീർക്കേണ്ടവരാണ്. അവർക്ക് തമ്മിൽ ഒരു പരസ്പര ധാരണയില്ലാതെ ജീവിതം മുന്നോട്ട് പോയാൽ ആ ജീവിതത്തിൽ പിന്നീട് ഈ പ്രണയം ഒരു വിലങ്ങുതടി തന്നെയാണ്. പ്രണയം എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവൾക്കും കൂടി അത് ഉണ്ടായാലാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങ് പറയുമ്പോൾ അവിടെ ഹേമന്തിനും ഇന്ദുവിനും ഏട്ടൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് തോന്നാണ് കേട്ടോ. അങ്ങനെ മാഷിന് പിന്നീട് സച്ചി വിളിക്കുകയാണ്. മഞ്ചാടിയുടെ ഇഷ്ടപ്രകാരം മഞ്ചാടിയുടെ താല്പര്യപ്രകാരം മതി ഒരു വിവാഹ നിശ്ചയം, മഞ്ചാടിയുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് മതി എന്നാണ് എൻ്റെ മോൻ പറയുന്നത് എന്ന് പറയുമ്പോൾ മാഷിന് ആകെ സങ്കടമാവുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് തൻ്റെ ഭാര്യയായ ലക്ഷ്മിയുടെ മുന്നിൽ വരികയാണ്. എന്നിട്ട് ലക്ഷ്മിയോട് പറയണേ ലക്ഷ്മി എവിടെയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ പഴിച്ചെന്ന് എനിക്കറിയില്ല. നിൻ്റെ 4 മക്കളുടെയും വിവാഹം ഞാൻ നടത്തിയത് അവരുടെ സമ്മതമില്ലാതെയാണ്. എന്നാൽ 5ാമത്തെ മകളുടെ വിവാഹം ഞാൻ നടത്തി അവളുടെ സമ്മതത്തോടു കൂടി നടത്തിയിട്ടും എൻ്റെ മോൾ എൻ്റെ നേർക്ക് മുഖം തിരിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവളുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. ഈശ്വര ഇനിയും എനിക്ക് പരീക്ഷണങ്ങൾ നേരിടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭാര്യയുടെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ അത് കണ്ടു നിൽക്കാനും രഘുവിനും അമ്പിളിക്കും കഴിയില്ല കേട്ടോ. യഥാർത്ഥ സ്നേഹം അവർക്ക് തന്നെയാണല്ലോ. അമ്മാവനൊന്ന് വീഴുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമമായി മാറുകയാണ്. അപ്പോഴേക്കും മഞ്ചാടി ഫോൺ വിളി കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ചാടിക്കുള്ളിൽ ഒരു ചാഞ്ചാട്ടം വന്ന് തുടങ്ങുകയാണ്. നാളെ ഒരു വിനയനാവുമോ എന്നൊരു പേടി കൊണ്ടാണ് മഞ്ചാടി ചാഞ്ചാടുന്നത്. പിന്നെ ഒരിക്കലും മഞ്ചാടി ഗോകുലിനെ പ്രണയിച്ചിട്ടില്ല, പ്രണയം എന്നൊരു ഇത് ഗോകുലിനോട് തോന്നിയിട്ടില്ല മഞ്ചാടിക്ക്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന കഥകൾ കാത്തിരുന്ന് കാണാം. റീമേക്കിൽ എന്തായാലും മഞ്ചാടിയെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇവിടെ എന്താവോ എന്ന് പറയാൻ പറ്റില്ലേ.